എന്താണ് IPO കളിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ചെറിയ റിസ്കിൽ വലിയ പണം ഉണ്ടാക്കുന്നത്? IPOയിൽ പണം കമ്പനിയുടെ വളർച്ചയ്ക്കാണോ പോകുന്നത്, അത് പഴയ നിക്ഷേപകർ എക്സിറ്റ് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ പല മോശം IPOകളും നമുക്ക് ഒഴിവാക്കാം. DRHPയും DHPയും എങ്ങനെ നമ്മൾ വായിച്ചെടുക്കണം? 400 പേജ് മുഴുവൻ വായിക്കേണ്ടതില്ല. റവന്യൂ, ഡെപ്റ്റ്, പ്രൊമോട്ടേഴ്സ്, വാല്യുവേഷൻസ്, റിസ്ക് ഫാക്ടർ, ഇവയൊക്കെ എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? ലിസ്റ്റിംഗ് ഡേയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പെരുമാറേണ്ടത്? ആദ്യ ദിവസം തന്നെ നമ്മുടെ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? IPO കിട്ടിയാൽ എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റി കൃത്യമായിട്ട് നമ്മളിവിടെ ഡീറ്റെയിൽ ചെയ്യുന്നു. നിങ്ങളൊരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു വലിയ പ്രൈവറ്റ് കമ്പനി എങ്ങനെയാണ് പബ്ലിക് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പല IPOകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പലരും അവരുടെ പണം ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഡബിൾ ആക്കിയതിനെ പറ്റിയൊക്കെയുള്ള IPO സ്റ്റോറികൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഹൈപ്പിന്റെ ഒക്കെ പുറകിൽ കൃത്യമായിട്ടുള്ള അനാലിസിസും പ്ലാനിങ്ങും ഒക്കെ ആവശ്യമുണ്ട്. ഗ്രേ മാർക്കറ്റ് പ്രീമിയവും സബ്സ്ക്രിപ്ഷൻ നമ്പറുകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നതിനേക്കാൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയുള്ള ലാഘവത്തോടെ IPOയിൽ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ പണം പോകാനുള്ള എളുപ്പ വഴിയായിരിക്കും. അപ്പോ എന്താണ് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എപ്പോൾ എക്സിറ്റ് ചെയ്യണം, എക്സിറ്റ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പ്രൂവൺ സിസ്റ്റമാണ്. വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു IPO ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിന്ന് ഒരു കോൺഫിഡന്റ് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഹൈപ്പിനും അപ്പുറം ഡോക്യുമെന്റ്സ് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പണത്തിന് വേണ്ടി യഥാർത്ഥ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് IPO എന്നാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. ഒരു പ്രൈവറ്റ് കമ്പനി ആദ്യമായിട്ട് പബ്ലിക്കിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഒരു പ്രോസസ് ആണിത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 തരം IPOകളാണുള്ളത്. ഒന്ന് മെയിൻ ബോർഡ് IPO, രണ്ടാമത്തത് SME IPO. ഇവ രണ്ടും കമ്പനിയുടെ വലിപ്പം, നിക്ഷേപത്തിന്റെ തുക, നിയമങ്ങൾ എന്നിവയൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മെയിൻ ബോർഡ് IPO നമുക്ക് ആദ്യമായിട്ട് നോക്കാം. മെയിൻ ബോർഡ് IPOയ്ക്ക് കുറഞ്ഞ ഇഷ്യൂ വാല്യൂ 10 കോടിയാണ്. എക്സ്ചേഞ്ചുകൾ NSEയിലും BSEയിലും ഇവ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പൊ നിക്ഷേപ ചെലവ് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ തുക സാധാരണയായിട്ട് 10 മുതൽ 15,000 രൂപ വരെയുള്ള ഒരു എമൗണ്ട് തന്നെയായിരിക്കും. നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ സെബി നേരിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനയും നിയമങ്ങളും ഒക്കെ ഇവർക്ക് ബാധകമാക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അനാലിസിസ് ഓൾറെഡി ആ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് SME IPO എന്താണെന്ന് നോക്കാം. ഒരു കമ്പനിയുടെ വലിപ്പം 1 കോടിക്കും 25 കോടിക്കും ഇടയിൽ മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റ് ഇഷ്യൂഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള ചെറിയ അല്ലെങ്കിൽ ഇടത്തരം സംരംഭങ്ങളുടെ IPO ഇഷ്യൂവിനെയാണ് SME IPO എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചുകൾ BSEയും NSEയും ഒരുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യുന്ന 2 ഡിഫറന്റ് പ്ലാറ്റ്ഫോമുകളാണ്. നിക്ഷേപ ചെലവ് നോക്കുകയാണെങ്കിൽ ലോട്ടുകളുടെ വലിപ്പം കൂടുതലായതുകൊണ്ട് കുറഞ്ഞ നിക്ഷേപ തുക സാധാരണഗതിയിൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആകാറുണ്ട്. നമ്മള് മെയിൻ ബോർഡ് ആണെങ്കിൽ നമുക്ക് 15,000 രൂപ കൊണ്ട് ഒരു ലോട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. ഒരു ലോട്ട് എന്നാൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി 15,000 ആയിരിക്കും. അതേസമയം ഇവിടെ 1 to 2 lakhs ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിയമപരമായിട്ടുള്ള നിബന്ധനകൾ കുറവാണ്. സെബിക്ക് പകരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് പ്രധാനമായിട്ടും SME IPOകളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന IPO മെയിൻ ബോർഡ് ആണോ SME ആണോ എന്ന് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ പിന്നീട് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തിനാണ് IPO നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിലും. ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കണം. ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനി പുതിയ ഓഹരികൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഈ വിൽപ്പനയിൽ നിന്നുള്ള പണം കമ്പനിയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കടം കുറയ്ക്കൽ, വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെയുള്ള കമ്പനിയുടെ പല പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പാക്കണം. അത്തരത്തിലുണ്ടെങ്കിൽ ഇതൊരു നല്ല സൂചനയാണ്. അതേസമയം ഒരു ഓഫർ ഫോർ സെയിൽ അഥവാ OFS എന്നാൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ്, അതായത് അവരുടെ ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ സ്ഥാപകരോ ഒക്കെ ആദ്യകാല പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സ്വന്തം ഓഹരികൾ വിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം OFSൽ പണം കമ്പനിക്ക് കിട്ടുന്നതിന് പകരം നേരെ ഈ ഒരു ഓപ്പറേറ്റേഴ്സിന്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ശരിക്കും മനസ്സിലാക്കാം. ഓപ്പറേറ്റേഴ്സ് അവരുടെ ഷെയർ വിറ്റൊഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹെൽത്തിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ഫ്രഷ് ഇഷ്യൂ ബിസിനസിനെ വളർത്താൻ സഹായിക്കുകയും OFS വിൽക്കുന്നയാൾക്ക് പണം കൊടുക്കുന്ന ഒരു രീതിയുമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസുകൾ തരുന്ന ചാനലാണിത്. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം.
IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് DHRP അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോസ്പെക്ടസ് ആണ്. ഇത് റെഗുലേറ്റർ ആയിട്ടുള്ള സെബിക്ക് കമ്പനി കൊടുക്കുന്ന ബിസിനസ്, ഫിനാൻഷ്യൽസ്, റിസ്കുകൾ, പ്രൊമോട്ടർമാരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവയെല്ലാം ചേർന്ന ഒരു വലിയ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിനുശേഷം IPO തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കമ്പനി RHP എന്ന മറ്റൊരു ഡോക്യുമെന്റ് പുറത്തിറക്കും. ഈ ഡോക്യുമെന്റിൽ ഫൈനൽ പ്രൈസ് ബാൻഡ്, ഉദാഹരണത്തിന് ഒരു ഷെയറിന് 500 മുതൽ 525 വരെയാണ് ലിസ്റ്റിംഗ് പ്രൈസ് ഉള്ളതെങ്കിൽ അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലോട്ട് സൈസ്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം ഷെയറുകളുടെ എണ്ണം, ഇവയൊക്കെ ആ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടാവും. ആദ്യമായിട്ട് ബിസിനസ്സും അതിന്റെ ഇൻഡസ്ട്രിയും എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. കമ്പനി ശരിക്കും എന്താണ് ചെയ്യുന്നത്, ഇത് വളരുന്ന ഇൻഡസ്ട്രിയിലെ ഒരു ലീഡർ ആണോ അല്ലെങ്കിൽ തകരുന്ന ഇൻഡസ്ട്രിയുടെ ഒരു ഫോളോവർ ആണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ്സ്, സ്ഥിരമായിട്ടുള്ള റവന്യൂ ഗ്രോത്തും അതിലുപരി കൂടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് മാർജിനും ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും എത്ര പണം കമ്പനി ഓരോ വർഷവും ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, കമ്പനിക്ക് ഒരുപാട് കടവുണ്ടോ, IPOയിൽ നിന്ന് കിട്ടുന്ന പണം ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്യാനാണോ അല്ലെങ്കിൽ പുതിയ ഗ്രോത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്, ഇവയൊക്കെ നമ്മൾ കൺഫേം ചെയ്യുക. പഴയ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി മാത്രം IPO തുടങ്ങുന്നതൊക്കെ മണ്ടത്തരാണ്. അപ്പൊ അത്തരത്തിലുള്ള കമ്പനികളിൽ നമ്മൾ തറവെച്ച് കൊടുക്കരുത്. അപ്പൊ ഇനി പ്രൊമോട്ടർമാരുടെ നിലവാരമാണ് മറ്റൊരു കാര്യം. ആരാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്? RHPയിൽ പ്രൊമോട്ടർമാരുടെ ബാക്ക്ഗ്രൗണ്ടും ട്രാക്ക് റെക്കോർഡും ഒക്കെ കൃത്യമായിട്ട് പറയുന്ന സെക്ഷനുകളുണ്ട്. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ കേസുകളോ വലിയ നിയമപ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാല്യുവേഷൻ, നിങ്ങൾ ഓവർ പേ ചെയ്താൽ നല്ല ഒരു കമ്പനി പോലും മോശം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കി അതേ സെക്ടറിലെ മറ്റ് ലിസ്റ്റഡ് കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുക. IPOയുടെ P റേഷ്യോ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഇരട്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു P റേഷ്യോ വന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നിയമപരമായിട്ട് തെറ്റായി പോകാൻ സാധ്യതയുള്ളതെല്ലാം കമ്പനി ലിസ്റ്റ് ചെയ്യണം. ആദ്യത്തെ 10-15 റിസ്കുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് സാധാരണയായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. അവിടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്നാൽ ഇഷ്യൂ പ്രൈസ് ബാൻഡിനേക്കാളും എത്ര രൂപയാണ് അഡീഷണൽ പ്രൈസ് ഹൈക്ക് വരാൻ സാധ്യതയുള്ളത് എന്നാണ് GMPയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡേ ടു ഡേ വൈസിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അറിയാൻ GMP നമ്മളെ സഹായിക്കും. അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിന്റെ എത്ര ഇരട്ടി ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഡേറ്റയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡേറ്റയൊക്കെ ചേർന്നാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ IPOയ്ക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി നമുക്ക് IPO അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകാം. നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും 3 തരം ഇൻവെസ്റ്റർ കാറ്റഗറി ഉണ്ട്. ഒന്ന് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, RIA, 2 ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഉള്ള കാറ്റഗറിയാണ്. രണ്ടാമത്തത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, HNI, NII, 2 ലക്ഷത്തിന് മുകളിൽ ബിഡ് ചെയ്യുന്ന ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. മൂന്നാമതായിട്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, QIBs. അപ്പൊ ഇവര് വലിയ പ്ലേയേഴ്സ് ആണ്. മ്യൂച്വൽ ഫണ്ടുകൾ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ബാങ്കുകൾ. അപ്പൊ ഇവരൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരിക. ബേസിക്കലി നമ്മൾ ആ ഒരു ഫസ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ ആ ഒരു സ്റ്റോക്കിന്റെ IPOയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പണം ഉടനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകില്ല. SBI അല്ലെങ്കിൽ ഒരു UPI മാൻഡേറ്റ് വഴി നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ബ്ലോക്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. നമ്മൾ IPO അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര ലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ഒരു ലോട്ടിന് 15,000 രൂപയാണെങ്കിൽ 2-3 ലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് ഒരു ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ UPIയുടെ സൈഡിൽ നിന്ന് ഗൂഗിൾ പേയിലൊക്കെ നമ്മളൊരു അപ്രൂവൽ, ഒരു മാൻഡേറ്റ് കൊടുക്കേണ്ടതുണ്ട്. ആ മാൻഡേറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ ആ ഒരു പണം ബ്ലോക്ക് ആവും. നമുക്ക് ആ പണം പിന്നീട് റിലീസ് ചെയ്യുന്നവരെ യൂസ് ചെയ്യാൻ പറ്റില്ല. പുതിയ നിയമം കാരണം ഈ മുഴുവൻ പ്രോസസ്സും ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആണ്. പുതിയ T+3 ലിസ്റ്റിംഗ് ടൈം ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ IPO ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഷെയറുകൾ അവരുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് ആവും. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോക്കുകൾ വിൽക്കാനുള്ള ഒരു സാധ്യതയും ലഭിക്കുന്നുണ്ട്. ഒരു IPOയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലായി. അടുത്തതായിട്ട് ലിസ്റ്റിംഗ് ഡേയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാനുണ്ട്. മാർക്കറ്റിൽ ഒഫീഷ്യലായിട്ട് ട്രേഡിംഗിന് തുറക്കുന്നതിന് മുമ്പാണ് ലിസ്റ്റിംഗ് ഡേയിലെ യഥാർത്ഥ അപ്ലൈ തുടങ്ങുന്നത്. ഈ ടൈം ലൈൻ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്ച്വലി ഇപ്പൊ രാവിലെ 9 മുതൽ 9:45 വരെ പ്രീ ഓപ്പൺ സെഷൻ ഉണ്ട്. അതുപോലെ തന്നെ 9:45 മുതൽ
$55 വരെ സ്റ്റോക്ക് ഒഫീഷ്യലായിട്ട് തുറക്കുന്ന ആ ഒരു വിലയായിട്ടുള്ള പ്രൈസ് തീരുമാനിക്കാൻ എക്സ്ചേഞ്ച് സിസ്റ്റം ഓർഡർ മാച്ചിങ് നടത്തുന്ന ഒരു സമയമാണ്. അതിനുശേഷം രാവിലെ 10 മണിക്ക് സാധാരണ ട്രേഡിംഗ് സ്റ്റാർട്ട്. സ്റ്റോക്ക് ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പൊ ലിസ്റ്റിംഗ് ഡേയിൽ നിങ്ങൾ തയ്യാറായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഔട്ട്കം ഉണ്ട്. ഒന്ന്, ലിസ്റ്റിംഗ് ഓഫ്. ഇവിടെ സ്റ്റോക്ക് ഇഷ്യൂ പ്രൈസിനേക്കാൾ വളരെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഡിസ്കൗണ്ട്. ഇവിടെ വീക്ക് സെന്റിമെന്റിൽ അല്ലെങ്കിൽ ഓവർ വാല്യുവേഷൻ കാരണം സ്റ്റോക്ക് ഇഷ്യൂ പ്രൈസിനേക്കാൾ ഒരുപാട് താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇനി ഈ സ്റ്റോക്ക് എപ്പോൾ വിൽക്കണം എന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തുകയാണ്. മിക്ക ബിഗിനേഴ്സും ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. IPO അപ്ലൈ ചെയ്തു, പക്ഷെ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ എക്സിറ്റ് സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജി ലിസ്റ്റിംഗ് ഡേ ഒരു ഫ്ലിപ്പ് ആണെങ്കിൽ പെട്ടെന്നുള്ള ഒരു മൊമെന്റം ലിസ്റ്റിംഗ് നേട്ടങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യമെങ്കിൽ മിക്കവാറും ഇന്ന് ലിസ്റ്റിംഗ് ദിവസം രാവിലെ തന്നെയോ അല്ലെങ്കിൽ ആ ഒരു മൂവ് ചെയ്ത ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മുന്നേറ്റം പ്രോഫിറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ഒരു വോളറ്റാലിറ്റിയും സ്ക്രീൻ ആക്റ്റീവായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രോബ്ലം നമുക്കുണ്ട്. അതേസമയം ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിസ്റ്റിംഗിന് ശേഷമുള്ള പ്രൈസ് സ്റ്റെബിലൈസേഷൻ മുതലെടുക്കുക. കുറച്ച് ദിവസം ഒരു ഹൈപ്പ് ഉണ്ടാവും. ആ ഒരു ഹൈപ്പ് മുകളിലേക്ക് പോകുന്ന മൊത്തം ആ ഒരു ഹൈപ്പിന്റെ എൻഡിൽ നമുക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ടെക്നിക്കൽ ചാർട്ടുകളുടെ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ നോക്കി നമുക്ക് ആ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല ലോങ് ടേം കോമ്പൗണ്ടർ ആണെങ്കിൽ ഫണ്ടമെന്റലി ശക്തമായിട്ടുള്ള കമ്പനികൾ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാനേജ്മെന്റിനെ പറ്റി നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ലോ ടു മീഡിയം റിസ്ക് ഫണ്ടമെന്റൽസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ ആ ഒരു ലോങ് ടൈമിലേക്ക് മാത്രമായിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടിപ്പ് നിങ്ങൾക്ക് തരികയാണ്. കമ്പനി 100% മുകളിൽ പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യുകയും നിങ്ങളൊരു ഷോർട്ട് ടൈം ട്രേഡർ ആകുകയും ചെയ്താൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു മുതൽ മുടക്ക് തിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഷെയറുകൾ വിൽക്കാൻ നിങ്ങൾ പരിഗണിക്കണം. അപ്പൊ ഇവിടെ 2 സമീപകാല IPO ഡേറ്റ കേസ് സ്റ്റഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കേസ് സ്റ്റഡി 1 ഹൈ മൊമെന്റം ലിസ്റ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഡോമിം ലിമിറ്റഡ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് ശക്തമായിട്ടുള്ള സെക്ടർ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് തീയതി ജൂലൈ 30 ആയിരുന്നു. അപ്പൊ ഇഷ്യൂ റേറ്റ് 485 രൂപയായിരുന്നു. പക്ഷേ ആക്ച്വൽ ലിസ്റ്റിംഗ് പ്രൈസ് 703 രൂപയായിരുന്നു. അപ്പോൾ ലിസ്റ്റിംഗിലെ ഒരു നേട്ടം തന്നെ ഏതാണ്ട് 45% ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഡോമീമിൽ നിന്ന് നമുക്ക് 485 അലോട്ട്മെന്റ് കിട്ടിയ ഒരു സ്റ്റോക്ക് ആ ഒരു ദിവസം തന്നെ നമുക്ക് 45% പ്രോഫിറ്റിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ലിസ്റ്റിംഗ് ഡേ ഫ്ലിപ്പ് ചെയ്യുന്ന ഷോർട്ട് ടൈം ഇൻവെസ്റ്റർക്ക് അന്ന് തന്നെ അത് എക്സിറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ കേസ് സ്റ്റഡി നോക്കാം. ഡിസ്കൗണ്ട് റിയാലിറ്റി ചെക്ക് ആണ്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന കമ്പനി പ്രോഷോപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സിബിഷൻസ് ലിമിറ്റഡ് ആണ്. എല്ലാ IPOകളും മുകളിലേക്ക് പോകണമെന്നില്ല. വീക്ക് മാർക്കറ്റ് സെന്റിമെന്റ്സും ഓവർ വാല്യുവേഷനും ഒക്കെ കാരണം പ്രതീക്ഷിച്ചാലും കുറഞ്ഞ പ്രൈസിലായിരിക്കും ഒരുപക്ഷെ ചില കമ്പനികൾ ലിസ്റ്റ് ചെയ്യുക. ഇവിടുത്തെ കണക്കുകൾ നോക്കാൻ ലിസ്റ്റിംഗ് തീയതി ഓഗസ്റ്റ് 3 ആയിരുന്നു. ഇഷ്യൂ പ്രൈസ് 69 ആണ്. പക്ഷെ ലിസ്റ്റ് ചെയ്തത് 55.2 ലിസ്റ്റിംഗ് പ്രകടനം നോക്കുകയാണെങ്കിൽ 20% ലോ ആയിട്ടാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഉറപ്പില്ലാത്ത ഗ്രേ മാർക്കറ്റ് ടിപ്പുകളൊക്കെ വിശ്വസിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് നല്ല പണി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സ്റ്റോക്ക് 20% ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കക്കാരനാണെങ്കിൽ റിസ്ക് മാനേജ്മെന്റും പ്രോസ്പെക്ടസ് വായിക്കുന്നതും എന്തിനാണ് എന്ന് ഇവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. IPOകൾ എപ്പോഴും എക്സൈറ്റിംഗ് ആണ്. പക്ഷേ ഹൈപ്പുകൾ കണ്ട് ചാടിക്കേറിയ IPOകൾ പലർക്കും വലിയ പണികളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ സെല്ലിംഗ് സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷന്റെ പ്രോസസ്സും ലിസ്റ്റിംഗ് ഡേയിലെ മൂവ്മെന്റ്സും മനസ്സിലാക്കി നല്ലൊരു എൻട്രി എടുക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് തന്നെ ഒരു ക്ലിയർ എക്സിറ്റ് പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അനാലിസിസിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം. തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു IPOയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, നമ്മൾ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാം, എങ്ങനെ എക്സിറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. IPOയെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.